ഹരി ശ്രീ ഗണപതായ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വിവാഹ പൊരുത്ത ചിന്തയിൽ പ്രധാന വിഷയമായ നക്ഷത്ര പൊരുത്ത ചിന്തയെ പറ്റി ചിലത് പറയാൻ എന്ന് വിചാരിക്കുന്നു. പ്രശ്നമാർഗാചാര്യൻ പ്രശ്നമാർഗം 21 ദമ്പതികളുടെ ജന്മനക്ഷത്രാദികൾ കൊണ്ട് അന്യോന്യമുള്ള ആനുകൂല്യം ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നുമുണ്ട്. ദാമ്പത്യം പരസ്പര ആശ്രിതമാണെന്നിരിക്കെ വിവാഹ ജീവിതത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും മനോകാമനകൾ തമ്മിൽ ചേരേണ്ടത് അത്യാവശ്യമത്രേ. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് സ്ത്രീ പുരുഷ ജാതകങ്ങളിലെ നക്ഷത്രപ്പൊരുത്തത്തിന് പ്രാധാന്യം വരുന്നത്. എന്തെന്നാൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ ബലം, സ്ഥിതി, രാഹു, ശനി തുടങ്ങിയ താമസഗ്രഹങ്ങളുമായി മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനുള്ള ബന്ധം തുടങ്ങിയവയ്ക്ക് ആ വ്യക്തിയുടെ മനോഘടനയുമായി ബന്ധം വരും. ഇതുകൊണ്ടാവണം ആചാര്യൻ ദാമ്പത്യോർ ജന്മധാര ധൈര്യാനുകൂലം പരസ്പരം വിചിന്യ യമകാര്യത്താൽ പ്രകാരോ നിഗമ്യമേ എന്ന് സ്ത്രീ പുരുഷ ആനുകൂല്യത്തെപ്പറ്റി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വിസ്തരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നക്ഷത്രക്കൂറിനെ അടിസ്ഥാനമാക്കി 23 തരം പൊരുത്തങ്ങൾ ഉണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതായത് ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ നക്ഷത്രപ്രധാനങ്ങളായ പൊരുത്തങ്ങൾ 16 വിധവും രാശികളെ കൊണ്ടുള്ള പൊരുത്തങ്ങൾ 4 വിധവും രാശ്യാധിപൻ, ശക്തി, വയസ്സ് ഇവ കൊണ്ട് ഓരോ ഭേദവും ആണെന്ന് മനസ്സിലാകും. എന്നാൽ ഇപ്പോൾ പ്രധാനമായും ജാതകാദേശം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 8 വിധം പൊരുത്തങ്ങളെ പറ്റിയാണ് സാധാരണമായും പ്രായോഗികമായും വിലയിരുത്തേണ്ടത്. അവ കന്യക ജനിച്ച കൂറിൽ നിന്നും 2, 3, 4, 5, 6 എന്നീ രാശികളിൽ ജനിച്ച പുരുഷൻ വർജിക്കപ്പെടണം എന്ന് പറയുന്ന രാശിപ്പൊരുത്തം. രണ്ടാമത്തത് രാശ്യാധിപന്മാരെ കൊണ്ട് നിരൂപണം ചെയ്യുന്ന രാശ്യാധിപ പൊരുത്തം. ഇത് സ്ത്രീ പുരുഷ നക്ഷത്രക്കൂറുകളുടെ അധിപന്മാരുടെ പരസ്പര മിതൃശത്രു സമത്വ നിരൂപണാത്മകമായ പൊരുത്തമാകുന്നു. മൂന്നാമതായിട്ട് നക്ഷത്രങ്ങൾക്ക് വിധിച്ച ദേവപുരുഷ അസുരഭേദ നിരൂപണാത്മകമായ ഗണപ്പൊരുത്തം. 4 സ്ത്രീ പുരുഷ നക്ഷത്ര വിവേചന പ്രകാരമുള്ള യോനിപ്പൊരുത്തം. അഞ്ചാമത്തത് സ്ത്രീ നക്ഷത്രത്തിൽ നിന്നും പുരുഷ നക്ഷത്രത്തിനോളം എണ്ണി കിട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ കണക്കാക്കിയുള്ള സ്ത്രീ ദീർഘപ്പൊരുത്തം. 6 ജന്മകർമ്മ ആധാനാദി നക്ഷത്ര നിരൂപണ വിഷയാത്മകമായ മഹേന്ദ്രപ്പൊരുത്തം. ഏഴാമത്തത് സ്ത്രീ പുരുഷ നക്ഷത്ര രാശികൾക്കുണ്ടാകുന്ന വശ്യത കണക്കാക്കപ്പെടുന്നതിനായി കൽപ്പിക്കുന്ന വശ്യപ്പൊരുത്തം. അടുത്തത് ജന്മകർമ്മ ആധാനാദി സ്ഥാനത്ത് നിന്ന് നിൽക്കുന്ന നക്ഷത്ര ദൂരവും പാദഭേദവും നിരൂപണം ചെയ്യുന്ന ദിനപ്പൊരുത്തം. ഇങ്ങനെയുള്ള 8 പൊരുത്തങ്ങളെ കൂടാതെ സ്ത്രീ പുരുഷ നക്ഷത്രങ്ങൾക്ക് വേദ്യവേദ ബന്ധം നിരൂപണം ചെയ്യുന്ന വേദപ്പൊരുത്തവും നക്ഷത്രങ്ങളെ ആദി മധ്യ അന്ത്യ രൂപത്തിൽ വിഭജിച്ച് ത്രികോണജന്യമായി നിരൂപണം ചെയ്യുന്ന മധ്യമ രജ്ജു പൊരുത്തവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പൊരുത്തം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 4-5 പൊരുത്തങ്ങളെങ്കിലും തമ്മിൽ ചേർക്കുമ്പോൾ ഉണ്ടാകണം. വേദദോഷവും രജുദോഷവും ഒഴിവാക്കുന്നതും ആവും നല്ലത്. നക്ഷത്രപ്പൊരുത്ത ചിന്തയ്ക്ക് ഏറ്റവും പറ്റിയ ഉദാഹരണ ജാതകം, അതായത് പ്രിൻസ് ഡയാനയുടെയും കിങ് ചാൾസിൻ്റെയും അതുപോലെ തന്നെ കിങ് ചാൾസിൻ്റെയും ക്വീൻ കാമിലയുടെയും തമ്മിലുള്ള പൊരുത്തങ്ങളെ പറ്റിയുള്ള ചിന്തയാണ് നടത്തിയിരിക്കുന്നത്. അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നക്ഷത്രപ്പൊരുത്ത ചിന്തയിൽ അവിട്ടം നക്ഷത്രജാതയായ പ്രിൻസസ് ഡയാനയും അശ്വതി നക്ഷത്രജാതനായ പ്രിൻസ് ചാൾസും തമ്മിലുള്ള ആ വിവാഹ പൊരുത്ത ചിന്തയിൽ രാശിപ്രധാനമായ രാശിപ്പൊരുത്തവും രാശ്യാധിപതി പൊരുത്തവും അധമമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നക്ഷത്രപ്രധാനമായ മഹേന്ദ്രപ്പൊരുത്തവും ഗണപ്പൊരുത്തവും സ്ത്രീദീർഘപ്പൊരുത്തവും അധമമാണ്. 8 വെറും 3 പൊരുത്തങ്ങൾ മാത്രമേ അവർ തമ്മിലുള്ള പൊരുത്ത ചിന്തയിൽ കാണുന്നുള്ളൂ. അപ്പോൾ മനപ്പൊരുത്തത്തിന് കുറവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വശ്യപ്പൊരുത്തം ഇവരുടെ ജാതകങ്ങളുടെ പൊരുത്ത ചിന്തയിൽ കാണുന്നു. വശ്യപ്പൊരുത്തമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ അവർ യൗവനത്തിൽ ആകൃഷ്ടരായതും വിവാഹിതരായതും എന്ന് മനസ്സിലാക്കാം. ഇനി കിങ് ചാൾസും ക്വീൻ കാമിലയും തമ്മിലുള്ള ഒരു പൊരുത്ത ചിന്തയിൽ
അവർക്ക് ഇങ്ങനെ നക്ഷത്രപ്രധാനമായിട്ടും രാശിപ്രധാനമായിട്ടുമുള്ള പൊരുത്തങ്ങളെല്ലാം ഉത്തമമായിട്ടാണ് കാണുന്നത്. അതായത് 8-ൽ 6 പൊരുത്തവും ഉത്തമമാണ്. എന്നാൽ ഇവിടെ വശ്യപൊരുത്തം അധമമായിട്ടാണ് കാണുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ അവർ തമ്മിൽ ആകൃഷ്ടരായില്ല, എന്നാൽ അവർക്ക് തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ അവർ പിന്നെ വിവാഹിതരായതും വാർദ്ധക്യത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നതും. അപ്പം നക്ഷത്രപ്പൊരുത്ത ചിന്തയ്ക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ ഉത്തമമായ ജാതകങ്ങൾ തന്നെയാണിത്. ഇങ്ങനെ പൊരുത്തചിന്ത നോക്കുമ്പോൾ എല്ലാ പൊരുത്തങ്ങളും ഒക്കെ ഒത്തുകിട്ടുക എന്നുള്ളത് പ്രായോഗികമായിട്ട് എളുപ്പമല്ല. അങ്ങനെയുള്ളപ്പോൾ ചില പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് ചില പൊരുത്തങ്ങൾക്ക് അത് ഒരു പരിഹാരമാവുകയും ചെയ്യും എന്ന് തന്നെയല്ല, പ്രധാനപ്പെട്ട പൊരുത്തങ്ങൾക്ക് ഇല്ലെങ്കിൽ അവയ്ക്ക് പരിഹാരം എന്തൊക്കെയാണ്, ഏതൊക്കെ ദേവന്മാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വേണം അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നെല്ലാം ആചാര്യന്മാർ നമുക്ക് നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. അതെല്ലാം ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ ഇതിനെല്ലാം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയും അത് കാണുവാൻ സാധിക്കുകയും ചെയ്യും. നന്ദി, നമസ്കാരം.